ഹായ്, നമ്മുടെ ചാനൽ സാൾട്ട് ആൻഡ് പെറ്റൽസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി പ്ലാന്റിൻ്റെ റീപ്പോർട്ടിംഗ് ആണ്. അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. പേര് തന്നെ വളരെ വെറൈറ്റിയാണ്. സൺഡേ മൺഡേ എന്നും പറയും, യെസ്റ്റർഡേ ടുഡേ ടുമോറോ, ഇങ്ങനെ രണ്ട് പേരാണ്. അതിനുള്ള കാരണം എന്താണെന്ന് പൂ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. വീഡിയോയിൽ ഞങ്ങളുടെ ചെടിയിൽ പൂവില്ല. വീഡിയോയിൽ ഞങ്ങൾ ഇതിൻ്റെ ഒരു പിക്ക് ആഡ് ചെയ്യാം. ഒരു ചെടിയിൽ 3 കളറുള്ള പൂ ഉണ്ടാവും ഒരുപോലെ. അതുകൊണ്ടാണ് ഇതിന് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നും സൺഡേ മൺഡേ എന്നും പറഞ്ഞൊക്കെ പേരിട്ടേക്കുന്നത് കേട്ടോ. ഇതിനതുപോലെ നല്ല സൂപ്പർ മണമാണ്. നമ്മുടെ മുല്ലപ്പൂവിൻ്റെയും നന്ദിയാർവട്ടത്തിൻ്റെയും ഒക്കെ പോലെ നല്ല അടിപൊളി മണമുള്ള പൂവാണ്. ഇല കാണാത്ത പോലെ പൂക്കുന്ന പൂവാണ് ചെടിയാണ് ഇത്. നമ്മുടെ മുറ്റത്ത് വളരെ നല്ലൊരു അലങ്കാരമായിരിക്കും ഇത്. അധികം ആരും കേട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. നമുക്കപ്പോൾ ഇതിൻ്റെ റീപ്പോർട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. റീപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് മുഖം കാണിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വന്നത്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ സൺഡേ മൺഡേ പ്ലാന്റ്. പൂ ഉള്ളത് കൊഴിഞ്ഞു പോയി, കുറച്ച് അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ട്. ഇത് നടാനായിട്ട് നമ്മൾ എടുത്തേക്കുന്ന ചട്ടി എന്ന് പറയുന്നത് വലിയ ചട്ടി കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സിമെൻറ്റ് ചട്ടിയാണ് എടുത്തേക്കുന്നത്. കാരണം ഇതൊരു 3 അടിയൊക്കെ ഹൈറ്റ് വെക്കുന്ന പ്ലാന്റാണ്. തറയെ നട്ടാൽ നമ്മൾ ചട്ടിയിൽ നടുമ്പോൾ നമുക്ക് അത്യാവശ്യം കട്ട് ചെയ്ത് ചെറുതാക്കി നിർത്താം. അപ്പോൾ അതുകൊണ്ട് ഇത് നടാൻ ആഗ്രഹമുള്ള ഒരു വലിയ ചട്ടി മേടിക്കുക ആദ്യം, എന്നിട്ടേ പ്ലാന്റ് മേടിക്കാവൂ. നമ്മൾ നമ്മുടെ സിമെൻറ്റ് ചട്ടിയിലെ ഹോൾ ഒരു ഇഷ്ടിക വെച്ച് അടച്ചിട്ടുണ്ട്. ഇതാക്കണ്ടോ, അല്ലെങ്കിൽ മണ്ണ് വീണ് അതങ്ങ് അടങ്ങി പോവും. നമുക്കിനി ഇതിലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഏറ്റവും ആദ്യം ഇടുന്നത് കരിയിലയാണ്. ഉണങ്ങിയ കരിയില എടുക്കണേ. പ്ലാവിൻ്റെ കരിയിലാണ് ഏറ്റവും നല്ലത്. നല്ലപോലെ പൊടി പെട്ടെന്ന് പൊടിഞ്ഞ മണ്ണിനോട് ചേരും. നല്ലൊരു ജൈവവളം കൂടിയാണ്. ഇനി നമ്മുടെ പോട്ടിംഗ് മിക്സ്ചർ എന്താണെന്ന് പറയാം. ഇതാണ് നമ്മുടെ പോട്ടിംഗ് മിക്സ്ചർ. ഇതിലുള്ളത് ചാണകപ്പൊടിയുണ്ട്, മണ്ണും മണലൂടെ ചേർന്ന മണ്ണാണുള്ളത്. പിന്നെ ഇതിൽ ഈ കട്ടയ്ക്ക് കിടക്കുന്നുണ്ടോ, ഇത് കമ്പോസ്റ്റാണ്. കമ്പോസ്റ്റ് ആക്ച്വലി പൊടിങ്ങാണ് കിട്ടേണ്ടത്. ഇത് പക്ഷേ വെയിലത്ത് വെച്ച് പോയി അബദ്ധം പറ്റി. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയ്ക്ക് കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കമ്പോസ്റ്റ് റെഡിയാകുമ്പോൾ ഒരിക്കലും വെയിലത്ത് കൊണ്ട് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഇച്ചിരി എല്ലുപൊടി കൂടെ ആഡ് ചെയ്യാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത്രയും വലിയ ചട്ടി നിറയ്ക്കേണ്ടതുകൊണ്ട് ഒരുപാട് അളവിൽ വേണം. നമുക്ക് ചട്ടിയുടെ പകുതി മതി മണ്ണ്. പിന്നെ നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതെല്ലാം നിറഞ്ഞു പോകും, പിന്നെ ബുദ്ധിമുട്ടാകും, പിന്നെ മാറ്റാനും പാടാം. നമ്മളതിനെ വലിയൊരു ചട്ടി എടുത്തേക്കുന്നത്. ചെടി അത്യാവശ്യം നല്ലപോലെ വളർന്നു പോകുന്ന ചെടിയാണ്. നമുക്ക് നിലത്ത് നട്ടുപിടിപ്പിക്കാം. നിലത്ത് നട്ടുപിടിപ്പിച്ചാൽ ഒരു 5 അടി ഹൈറ്റിലൊക്കെ വളരുമെന്നാണ് പറയുന്നത്. ഈ ചെടി ഏത് കാലാവസ്ഥയിലാണ് പറ്റുന്നത്? ഇത് നമ്മുടെ എല്ലാ കാലാവസ്ഥയിലും വളരുന്ന ചെടിയാണ്. പൂക്കുന്നത് ഉണക്കുകാലത്താണ്. ഇല കാണാതെ പൂക്കുന്ന ഒരു ചെടിയാണ്. എല്ലാവരും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു ചെടിയാണ്. എല്ലാവരും വീട്ടുമുറ്റത്തെ ഒരെണ്ണം ഇത് നട്ടുപിടിപ്പിക്കാമെങ്കിൽ നല്ലതായിരിക്കും. മഴ പ്രശ്നമുണ്ടോ? മഴയൊന്നും വലിയ പ്രശ്നമില്ല. ഇതിന് നല്ല വെയിൽ വേണം. സൺലൈറ്റ് അത്യാവശ്യമുള്ള ഒരു ചെടിയാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ മണത്തിന് മുല്ല അഥവാ കിളുക്കുന്നില്ല എന്നൊക്കെ പരാതിപ്പെടുന്നവർക്ക് അടിപൊളി. തലയിറക്കം കൊള്ളത്തില്ലെന്നേ ഉള്ളൂ. പൂവിൻ്റെ മണം, പൂ കണ്ടാൽ നമ്മുടെ ചുവന്നാരി പൂവിൻ്റെ വിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, തലയിറക്കാൻ പറ്റില്ല. പക്ഷെ നല്ല മണമാണ്. ഇത് ഇന്നലെ രാത്രിയാണ് കൊണ്ടുവന്ന് കാർപോർച്ചി വെച്ചു. നല്ല മണം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ രാവിലെ എണീച്ച് വരുമ്പോൾ നമ്മുടെ മുറ്റത്ത് ഒരു കളർഫുള്ളുമാണ്, നല്ല മണവും. 3 കളറും കൂടെ ആകുമ്പോൾ നല്ല ഒരു രസമായിരിക്കും. നമ്മുടെ ഒരു കണ്ണിന് രാവിലെ എണീച്ച് വരുന്ന നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും അത്. നമുക്ക് ഈ പോട്ടിങ് മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉയരത്തിലാണ്. നമ്മളിതിലെ ഡസ്റ്റ്ബിനുണ്ടല്ലോ വെച്ചിരുന്നത്, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നിട്ട് വേണം നമുക്ക് ചെടി ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ. ഒരു പ്ലാസ്റ്റിക് കവർ ചെറുകെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇതിന് 100 രൂപയാണ് ഈ ചെടിയുടെ വില. ഇത് മിക്കവാറും ഇപ്പോൾ എല്ലാ നേഴ്സറികളിലും അവൈലബിളാണ്. നല്ല വേരൊക്കെ വേണം. തട്ടിക്കളയണ്ട മണ്ണ്.
തണുപ്പ് തുടങ്ങി. വേരുള്ളതുകൊണ്ട് കളയണ്ട. അത് വേര് താഴെ വരെ ഉണ്ട് കേട്ടോ. ആ ഇതിൻ്റെ വേര് തട്ടിക്കളയുന്ന വേര് മൊത്തം പോകുന്നു. മണ്ണ് തട്ടിക്കളയുന്ന പൂക്കളുണ്ടായിരുന്നു കേട്ടോ ഈ ചെടിയല്ലേ. പോയി ഇന്നലെ രാത്രി കൊണ്ടുവന്ന്. പിന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വാങ്ങിച്ച കടയുടെ ലൊക്കേഷനൂടെ പറഞ്ഞുതരാം. അഞ്ജൂസ് ഗാർഡൻ അവർക്ക് ഞങ്ങൾ ഈ പ്ലാന്റ് മേടിച്ചത് പെരുന്നാട്ടിൽ ഒരു ഗാർഡനിൽ നിന്നാണ്. അഞ്ജൂസ് ഗാർഡൻ എന്നാണ് ഗാർഡൻ്റെ പേര്. പെരുന്നാട് അറിയാത്തവർക്ക് ശബരിമല സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് പെരുന്നാട്. അവിടെ അഞ്ജൂസ് ഗാർഡനിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്ലാന്റ് മേടിച്ചത്. അവിടെ ഒരുപാട് ടൈപ്പ് ചെടികൾ കിട്ടും, അതും വിലക്കുറവുമാണ്. അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അത് ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്തേക്കാം കേട്ടോ. അടുത്തൊക്കെ ഉള്ളവർക്ക് അവിടെ പോയി മേടിക്കാം. ഇതെടുത്തങ്ങനെ പൊക്കൂടി. ആ നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ്. ആരോഗ്യം ഓൾറെഡി ചട്ടി തന്നെ പൊക്കി വെച്ചത് ഇച്ചിരി പാടുപെട്ടായി. ഇനി ആരോഗ്യമുള്ള ആരെങ്കിലും വരണം ഇത് കൊണ്ട് വെക്കാൻ. മുകളിൽ കൊണ്ടുപോകാൻ ചെയ്യണം. ഒരാഴ്ച ഇത് ഷെയ്ഡിലാണ് ഇപ്പോൾ വെക്കുന്നത്. എനിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഷെയ്ഡി ഒരാഴ്ച വെച്ചിട്ട് നമ്മൾ ഏത് ചെടിയാണെങ്കിൽ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നതാണ്. ഷെയ്ഡി വെച്ചിട്ട് മാത്രമേ നമ്മൾ സൂര്യപ്രകാശം ഉള്ളിടത്ത് കൊണ്ട് വെക്കാവൂ. അല്ലെങ്കിൽ അന്നേരം തന്നെ 2 ദിവസം ഞാൻ കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥ അതുപോലെയാണ്. നമുക്കിത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ ചെടിയുടെ കമ്പ് കിട്ടിയാലും നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കുറേ കമ്പ് കൊണ്ട് നട്ടുപിടിപ്പിച്ചായിരുന്നു. എൻ്റെ എല്ലാം കിളിർത്ത് കിട്ടിയായിരുന്നു. പക്ഷേ നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ വെയിലിൻ്റെ ചൂട് എന്തുമാത്രമാണെന്നേ. എല്ലാം എനിക്ക് കിളുത്ത് കിട്ടി പൂ വരെ ആയതായത്. പൂ വരെ ആയിട്ട് അത് പോയതാണ്. ഒരെണ്ണം നിപ്പുണ്ട്. അത് ഇതുപോലത്തെ അറ്റത്തെ ഉള്ള കമ്പ് വേണം മുറിച്ചെടുക്കാൻ. അത് പിന്നെ നമ്മുടെ കട്ടിയുള്ള കമ്പ് ആകരുത്. കട്ടിയുള്ള കമ്പെന്ന് പറഞ്ഞാൽ മൂത്ത കമ്പ് ആകരുത്. തളിർത്ത ഈ മണ്ടയിലെ തളുത്തൊക്കെ ഉള്ളത് ഇതുപോലത്തെ ഇതിൻ്റെ അറ്റത്തുനിന്ന് മുറിച്ചെടുത്ത് നടാമെങ്കിൽ പെട്ടെന്ന് കിളുത്ത് കിട്ടുകയും ചെയ്യും മറ്റ് കമ്പിനെ കാട്ടി കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾ ചെടിയൊക്കെ പിടിച്ച് അടുത്ത വർഷം നല്ല പൂക്കളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇതിൻ്റെ പരിപാലനമൊക്കെ കാണിച്ച് അടിപൊളി ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ.